അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചു വരുമ്പോൾ ഇതാ വൃത്തി കോൺക്ലേവിനെ കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. നമ്മുടെ നാട് ഈ മാലിന്യമുക്തമാകുന്നതിൻ്റെ അല്ലെങ്കിൽ ക്ലീൻ കേരളമായി മാറുന്നതിൻ്റെ വലിയൊരു ചുവടുവയ്പ്പിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് വൃത്തി കോൺക്ലേവ് സംഘടിപ്പിച്ചത്. ഒരുപാട് ഐഡിയകൾ ഈ കോൺക്ലേവുമായി ബന്ധപ്പെട്ട് വരികയുണ്ടായി. നോക്കൂ, ആ പേരിൽ തന്നെ ഒരു ഭംഗിയില്ലേ, വൃത്തി. ഇതുപോലൊരു കോൺക്ലേവ് ചിന്തിക്കുന്നതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ വരുന്നു എന്നത് തന്നെ ഏറെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ കോൺക്ലേവിൽ ഉയർന്നു വന്ന ചിന്തകൾ, ചർച്ചകളൊക്കെ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. നമ്മുടെ നാട് വൃത്തിയാവുകയാണ്, അങ്ങനെ തന്നെ പറയാം. നമ്മുടെ നാട് വൃത്തിയാവുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ മാലിന്യമുക്തമായിക്കൊണ്ടിരിക്കുന്നു. ഒരു 95% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മാലിന്യമുക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. അപ്പോൾ വൃത്തി കോൺക്ലേവിനെ കുറിച്ചാണ് ഇനി നമുക്ക് സംസാരിക്കാനുള്ളത്. ഇന്ന് സമാപനമാവുകയാണ്. ഏതൊക്കെ തരത്തിലുള്ള ചർച്ചകളാണ്, എന്തൊക്കെ ഐഡിയകൾ, ആശയങ്ങളൊക്കെയാണ് ഉയർന്നു വന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. തിരുവനന്തപുരത്ത് നിന്ന് കമലേഷ് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം ഈ ഒരു കോൺക്ലേവിൻ്റെ ഒരു ആശയം എന്തായിരുന്നു എന്ന്. കമലേഷ്, വൃത്തി, ആ കോൺക്ലേവ് കേൾക്കുമ്പോൾ, ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ഭംഗിയുണ്ട്. നാടിനെ വൃത്തിയാക്കുക എന്ന വലിയ ലക്ഷ്യം അതിൻ്റെ പുറകിലുണ്ട്. അതിനൊരുപാട് ആശയങ്ങൾ, ചർച്ചകൾ ഈ കോൺക്ലേവിൽ ഉയർന്നു വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയായിരുന്നു ആ കോൺക്ലേവ് കടന്നുപോയത്? മനു, ഏറ്റവും മാതൃകാപരമായ നിലയിലുള്ള ഒരു പരിപാടിയാണ് കനകക്കുന്നിൽ ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അത്രയേറെ, അതായത് ഇതിൻ്റെ ഏറ്റവും ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് സംസ്ഥാനത്താകെ ഈ മാലിന്യ നിർമ്മാർജ്ജനം ഒരു വലിയ പ്രശ്നമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ നിലവിലെ സാഹചര്യം അതല്ല. നേരത്തെ തന്നെ പല ദൃശ്യങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. നേരത്തെ കൊച്ചിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാലിന്യ നിർമ്മാർജ്ജനം, അതായത് നേരത്തെ തീപിടുത്തമടക്കമുണ്ടായ വലിയ നിലയിൽ മാലിന്യം കെട്ടിക്കിടന്ന ഒരു സ്ഥലത്ത് മന്ത്രിയും ആളുകളും എല്ലാം തന്നെ ആ സ്ഥലം വൃത്തിയാക്കിയതിന് ശേഷം അവിടെ നിന്ന് ക്രിക്കറ്റ് കളിക്കുന്ന ദൃശ്യങ്ങളടക്കം നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയും. ആ നിലയിൽ സംസ്ഥാനത്ത് മാലിന്യ നിർമ്മാർജ്ജനം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയായി തന്നെ കൊണ്ടുപോവുകയാണ്. നമ്മുടെ നഗരങ്ങൾ, നമ്മുടെ ഗ്രാമപ്രദേശങ്ങൾ, നമ്മുടെ കവലകളെല്ലാം തന്നെ വൃത്തിയായിക്കൊണ്ടിരിക്കുന്നു. മാലിന്യ നിർമ്മാർജ്ജനം ഏറ്റവും ശാസ്ത്രീയമായ രീതിയിൽ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന ഒരു സാഹചര്യം. പക്ഷേ ആ ഘട്ടത്തിൽ പോലും ചിലയിടങ്ങളിൽ ചില പ്രതിഷേധങ്ങൾ, അതായത് മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റുകൾ ഇല്ലാതെ നമുക്ക് എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ്. ഒരു തരത്തിൽ ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ ഈ മാലിന്യങ്ങൾ, അതുപോലെ തന്നെ അത്തരത്തിലുള്ള മാലിന്യങ്ങളെല്ലാം ഒരു പരിധിവരെ നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ കുടിവെള്ളം, നമ്മുടെ ജലസ്രോതസ്സുകൾ മലിനമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ജലസ്രോതസ്സുകളെ എങ്ങനെ നമുക്ക് ശുദ്ധീകരിക്കാൻ കഴിയും എന്നുള്ളതാണ്. അതിന് ഈ ജലം ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടി കൃത്യമായ മാലിന്യ പ്ലാന്റുകൾ നമുക്ക് വേണം. പക്ഷേ പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ കൊണ്ട് പലയിടങ്ങളിലും ഇതിനെതിരെ വലിയ സമരങ്ങളുമൊക്കെ നടക്കുന്ന സാഹചര്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ ഇന്നലെ ഞാൻ അവിടെ പോയ ആളാണ്. അപ്പോൾ ഒരു ചർച്ച, അതായത് മന്ത്രി മുഖാമുഖം ഈ ആളുകളുമായി ചർച്ച നടത്തുകയാണ്. അതായത് പലയിടങ്ങളിലെ സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നായി ഇത്തരത്തിൽ മാലിന്യ പ്ലാന്റുകൾക്കെതിരെ, മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റുകൾക്കെതിരെ സമരം ചെയ്ത് സമരസമിതി പ്രവർത്തകരോട് അല്ലെങ്കിൽ അവിടുത്തെ പ്രദേശവാസികളോട് മന്ത്രി നേരിട്ട് സംസാരിക്കുകയാണ്. അവരുടെ ആശങ്കകൾ പങ്കുവെക്കുകയാണ്. അതിനുള്ള മറുപടി, അവരുടെ തെറ്റിദ്ധാരണകളാണ് പലതും. ആ തെറ്റിദ്ധാരണകളെല്ലാം മന്ത്രിയും ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ മാറ്റിക്കൊടുക്കുന്നു, അതിന് കൃത്യമായി മറുപടി പറയുന്നു. ആ നിലയിലുള്ളൊരു സെഷനാണ് ഇന്നലത്തെ ഒരു മുഖാമുഖം പരിപാടിയിലൂടെ വന്നിട്ടുള്ളത്. ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, മന്ത്രി അതിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത് പലതരത്തിലും ആളുകൾ ഇത്തരമൊരു പ്ലാന്റ് വരുമ്പോൾ തന്നെ അതിനെതിരെ സമരം ചെയ്യുന്ന സാഹചര്യമാണ്. പലരാലും തെറ്റിദ്ധരിക്കപ്പെടുന്നു. എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാതെ തന്നെ ഇതിനെതിരെ സമരത്തിലേക്ക് വരുന്നു. സമരം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് മനസ്സിലായാൽ പോലും അതിൽ നിന്ന് പിന്മാറാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ആ നിലയിലാണ് നമ്മുടെ നാട്ടിലെ പല സമരങ്ങളും മുന്നോട്ട് പോകുന്നത്. പക്ഷേ അതിനെ പോലും നമുക്ക് ചെറുക്കേണ്ടതുണ്ട്, അതിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനു വേണ്ടിയാണ് ഇത്തരത്തിലൊരു വൃത്തി കോൺക്ലേവ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിപ്പോൾ വീടുകളിലായാലും മറ്റ് വ്യവസായ സ്ഥാപനങ്ങളിലായാലും ഈ മാലിന്യം എന്ത് ചെയ്യണം, എവിടെ ഇത് നിക്ഷേപിക്കണം, എങ്ങനെ ഇത് നിർമ്മാർജ്ജനം ചെയ്യണം എന്ന കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പം നമുക്ക് എല്ലാവർക്കുമുണ്ട്. നമ്മുടെ വീടുകളിലാണെങ്കിലും നമുക്കുണ്ട്. അത്തരം ആളുകൾക്ക് ഇതെന്ത് ചെയ്യണം, എങ്ങനെയാണ് ഈ ഉറവിട മാലിന്യ സംസ്കരണം സാധ്യമാവുക, അതിനെന്തൊക്കെ പദ്ധതികളുണ്ട്, ഏതൊക്കെ തരത്തിൽ നമുക്ക് വീടുകളിൽ തന്നെ അല്ലെങ്കിൽ വ്യവസായ സംരംഭങ്ങളിൽ തന്നെ ഇത്തരം മാലിന്യങ്ങൾ സംസ്കരിക്കാൻ കഴിയുമെന്നതടക്കം നമുക്ക് പരിചയപ്പെടുത്തുന്ന, നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പരിപാടിയായി ഇത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മാതൃകകൾ, നമ്മൾ സമൂഹത്തിന് നൽകിയിട്ടുള്ള അല്ലെങ്കിൽ രാജ്യത്തിന് നൽകിയിട്ടുള്ള മാതൃകകൾ പ്രദർശിപ്പിക്കുന്നതോടൊപ്പം തന്നെ രാജ്യത്തെ പലയിടങ്ങളിലായി ഇത്തരത്തിൽ മാലിന്യ നിർമ്മാർജ്ജനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ മാതൃകകൾ നമുക്ക് സ്വീകരിക്കാനും കഴിയുന്ന നിലയിലേക്കാണ് ഈ വൃത്തി കോൺക്ലേവ് നടക്കുന്നത്. നാളെ അത് സമാപിക്കുകയാണ്. ഇന്നാണ് ഔദ്യോഗികമായി സമാപന സമ്മേളനം നടക്കുന്നത്. വൈകിട്ട് 5 മണിയോടുകൂടി നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ
ഗവർണറാണ് ഇതിൻ്റെ ഔദ്യോഗികമായ ഇതിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. പക്ഷേ ഈ കോൺക്ലേവ് നാളെയും തുടരും. ഇതിൻ്റെ പ്രദർശനവും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ നാളെയും തുടരും എന്നുള്ളതാണ് നമുക്കിപ്പോൾ പങ്കുവെക്കാൻ കഴിയുന്ന കാര്യം. ഏതായാലും നമ്മൾ ഓരോരുത്തരും അവിടെ പോവുകയും നമുക്ക് ഈ നമ്മുടെ വീടും പരിസരവും ശുചിയാകുന്നതോടുകൂടിയാണ് നമ്മുടെ സമൂഹവും ശുചീകരിക്കപ്പെടുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ നിലയിൽ അതാണ് കമലേഷ്, അതിലൊരു പ്രധാനപ്പെട്ട പോയിന്റ് അതാണ്. നമ്മൾ എത്രയൊക്കെ ബോധവൽക്കരണം നടത്തിയാലും എത്രയൊക്കെ ക്യാമ്പയിനുകൾ നടത്തിയാലും ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഓരോരുത്തരും തീരുമാനമെടുക്കണം. നമ്മൾ കാരണം നമ്മുടെ പൊതു ഇടങ്ങൾ വൃത്തികേടായി കിടക്കില്ല, നമ്മുടെ നാട് നമ്മുടെ പരിസരം വൃത്തികേടായി കിടക്കില്ല എന്ന് ഓരോ വ്യക്തിയും തീരുമാനിച്ചാൽ ആ മിനിറ്റിൽ സുന്ദരമാവുകയല്ലേ നമ്മുടെ നാട്. കാരണം ഓരോ വ്യക്തിയുമാണ് തീരുമാനിക്കേണ്ടത്. അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ഇടപെടലുകൾ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പുതിയ ആശയങ്ങളെയൊക്കെ ക്ഷണിച്ചുകൊണ്ട് ഈ കോൺക്ലേവുകൾ സംഘടിപ്പിക്കുന്നു, വൃത്തി കോൺക്ലേവ്. അതിൻ്റെ സമഗ്രമായ വിവരങ്ങളാണ് ഇവിടെ കമലേഷൻ നമുക്ക് നൽകിയത്. ഏതായാലും ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ ഈ മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റ്, ആധുനിക രീതിയിൽ മാലിന്യം സംസ്കരിക്കുന്ന പ്ലാന്റുകൾ പലയിടങ്ങളിൽ സ്ഥാപിക്കുന്നുണ്ട്, പലയിടങ്ങളിൽ അതിൻ്റെ ആലോചനകൾ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ നേരിടുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് പ്രദേശവാസികളുടെ എതിർപ്പാണ്. പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടാണ് ആളുകൾ എതിർപ്പുമായി ഇറങ്ങുന്നത്. അവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിലും സർക്കാർ വിജയിക്കുന്നു എന്നതാണ് എനിക്കിനി നിങ്ങളോട് പറയാനുള്ളത്. അത്തരത്തിലുള്ള ചില കാഴ്ചകൾ കൂടി ഞാൻ പങ്കുവയ്ക്കാം.